വയനാട് മണ്ഡലം പിടിക്കാൻ രാഹുൽ ഗാന്ധി പൂർവാധികം ശക്തിയോടെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ രാഹുലിന്റെ സ്വത്ത് വിവരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ആകെയുള്ളത് 20.4 കോടി രൂപയുടെ സ്വത്തുക്കളാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. 55,000 രൂപയാണ് രാഹുലിന്റെ കൈവശമുള്ളത്. ഇന്ത്യൻ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറായി 1,90,000 രൂപയും വിവിധ കമ്പനികളുടെ ഓഹരികളായി 4,33,60,519 രൂപയുമുണ്ട്. കൂടാതെ മ്യൂച്വൽ ഫണ്ടായി 3,81,33,572 രൂപയുണ്ട്. 61,52,426 രൂപയുടെ പോസ്റ്റൽ സേവിങ്സ് ഇൻഷുറൻസ് പോളിസികൾ, 15,21,740 രൂപയ്ക്ക് തുല്യമായ സ്വർണ്ണ ബോണ്ട്, 168.800 ഗ്രാമിന്റെ സ്വർണമടക്കം ആഭരണങ്ങൾ എന്നിവയുമുണ്ട്. സ്വന്തമായി വാഹനമില്ല. അയോഗ്യതാ കേസടക്കം രാഹുലിനെതിരെയുള്ളത് 18 ക്രിമിനൽ കേസുകളാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 നൽകിയ സത്യവാങ്മൂലത്തിൽ 5,80,00,000 രൂപയാണ് സമ്പാദ്യമെന്നാണ് പറഞ്ഞിരുന്നത്. വിവിധ ബാങ്കുകളിലായി 17.93 ലക്ഷത്തിന്റെ നിക്ഷേപവുമുണ്ട്. ഓഹരി, ബോണ്ട് തുടങ്ങിയവയിലുള്ള നിക്ഷേപം 5 കോടിയിൽ പരം രൂപയുടേതാണ്. പോസ്റ്റൽ നിക്ഷേപം, ഇൻഷുറൻസ് തുടങ്ങിയവയിലായി 40 ലക്ഷം രൂപയും 3 ലക്ഷത്തോളം രൂപയുടെ സ്വർണവുമുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ അന്ന് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വമ്പൻ റോഡ് ഷോയുമായാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ട്രേറ്റിലേക്ക് എത്തിയത്. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ രാഹുലിനൊപ്പമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം മണ്ഡലത്തിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവ് കൂടിയായിരുന്നു ഇത്. വയനാടിന്റെ MP എന്നത് ഏറെ വലിയ ബഹുമതിയായാണ് താൻ കാണുന്നതെന്നും വയനാടിനെ അലട്ടുന്ന വന്യമൃഗ ശല്യമടക്കമുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ വ്യക്തമാക്കി. അതേസമയം 4 ബാങ്കുകളിലെ 11ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് ഇതുവരെ പിന്നോട്ടു പോയ അവസ്ഥയിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ അടുത്തൊരു പിരിവ് നടന്നതിനാൽ കേരളത്തിലെ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അടുത്ത പിരിവിന് പോകാൻ മടിയുമുണ്ടായിരുന്നു. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വരെ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വിപരീതമാണ്. കാര്യമായ ബോർഡുകളോ ബാനറുകളോ എവിടെയും കാണാനില്ല എന്നതാണ് സാഹചര്യം. എങ്കിലും കഴിഞ്ഞ ദിവസം രാഹുൽ വരുന്ന പരിപാടി പ്രവർത്തകർ വളരെ ആഘോഷമാക്കി മാറ്റിയിരുന്നു. രാഹുലിനെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി അതിന്റെ പകിട്ടിനൊത്ത ഒരുക്കങ്ങൾ വയനാട്ടിൽ നടത്താൻ കഴിയാത്തത് ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നിസ്സഹായരാണ്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ആനി രാജ പ്രചരണം ശക്തമാക്കുകയാണ്. ആനി രാജയും വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണ തനിക്കൊപ്പം എന്നാണ് LDF സ്ഥാനാർത്ഥിയായ അവർ പറഞ്ഞത്. പ്രചരണം മാർച്ച് 1 മുതൽ തന്നെ അവർ ആരംഭിച്ചിരുന്നു. അന്നു മുതൽ ജനങ്ങൾ തനിക്ക് നൽകുന്ന പിന്തുണ വലുതാണ്. ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഇതുവരെ പോയി കണ്ടിരുന്നു. പലതും ഇടതുപക്ഷ മേഖലയായിരുന്നില്ല. അവിടെയൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ സംസാരിച്ചതെന്നും ആനി രാജ പറയുകയുണ്ടായി. രാത്രികാല നിരോധനം, ബദൽ യാത്രാ പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വയനാട്ടിലുണ്ട്. ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവത്തിലെടുത്ത് അതെല്ലാം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്താനുണ്ടെന്നും ആനി രാജ പറഞ്ഞിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതോടെ ഉത്സവം പോലെ കൊണ്ടാടുകയാണ് നേതാക്കൾ.